ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. തെലുങ്ക് മൂവിയായ യാക്ഷനിയായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മൾ കഥ അവസാനിപ്പിച്ചത് നമ്മുടെ ഹീറോ എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടി നിൽക്കുന്നതാണ്. ഈ കാര്യം നമ്മുടെ മായയോട് ചെന്ന് പറയുന്നു. ആ സ്വാമി ഒരാളെ മന്ത്രം ചെയ്ത് എയറിൽ നിർത്തിയിരിക്കുന്നതാണ് നമ്മുടെ ഹീറോ കണ്ടത്. ഇത് കണ്ട് ഭയന്നാണ് നമ്മുടെ ഹീറോ ഓടി വന്നത്. ഇത് കേട്ട് നമ്മുടെ മായയ്ക്ക് സംശയം തോന്നുന്നു. പിന്നീട് അയാളെ കല്യാണത്തിന് വിളിക്കരുതെന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മറ്റേ യാക്ഷിനിയോട് പോയി പറയുന്നു. അപ്പോൾ ആ യാക്ഷിനി ആ സ്വാമി എന്തോ വലിയ ഹോമമാണ് ചെയ്യുന്നത്. സോ അത് ഫുൾ ആവുന്നതിന് മുമ്പ്, അതായത് പൗർണമിക്ക് മുമ്പ് തന്നെ നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കണമെന്ന് പറയുന്നു. അപ്പോൾ സ്വാമി വീട്ടിലെ ആ താമര നോക്കുന്നു. അത് വാടിയിരിക്കുന്നത് കാണുന്ന നമ്മുടെ സ്വാമി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് നമ്മുടെ ഹീറോയിൻ്റെ ഇൻവിറ്റേഷൻ അടുത്തിരിക്കുന്നത് നമ്മുടെ സ്വാമി കാണുന്നു. അടുത്ത സീനിൽ മറ്റേ ആ കമ്പനിയിലെ സ്റ്റാഫിലെ അയാൾ മായയുടെ കല്യാണ വിവരം അറിയുന്നു. അയാൾ ഹീറോയോട് മായ പ്രേതമാണെന്ന് പറയാൻ വേണ്ടി ചെല്ലുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. മായ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വാമി വരുന്നത് അവൾ സെൻസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഓടിപ്പോയി പറയാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ മറ്റേ കമ്പനിയിലെ ആൾ അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് ഓടുന്നു. എന്താണ് മായയെ പറ്റിയതെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ ആ സ്വാമി വന്നിട്ടുണ്ട്. അയാൾ നമ്മുടെ കല്യാണം നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിക്കാൻ എന്ന് പറയുന്നു. പക്ഷെ ആദ്യം ഫാമിലിയൊക്കെ ആലോചിച്ച് നമ്മുടെ ഹീറോ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവസാനം അവർ ഓടിപ്പോകുന്നു. നമ്മുടെ സ്വാമി ഡോറ് തുറക്കുമ്പോൾ മറ്റേ യാക്ഷിനിയെ കാണുന്നു. മായ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഉത്തരമൊന്നും പറയുന്നില്ല. പിന്നീട് അവളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൾ ഒരു മാപ്പ് കാണിക്കുന്നു. അങ്ങനെ ഒരു അമ്പലത്തിൽ വെച്ച് നമ്മുടെ മായയുടെയും ഹീറോയുടെയും കല്യാണം കഴിയുന്നു. മാപ്പ് നോക്കിപ്പോയ നമ്മുടെ സ്വാമിക്ക് വഴി തെറ്റിപ്പോയി, അതായത് അയാൾ പറ്റിക്കപ്പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഈ സ്വാമിയെ നമ്മുടെ മായ അഗാധമായി പ്രണയിക്കുന്ന ആ സീൻ, അതായത് അയാളുടെ പ്രണയത്തിൽ മായ വീണു പോകുന്നു. പിന്നീട് നമ്മുടെ കല്യാണം കഴിഞ്ഞ ഹീറോയും മായയും വീട്ടിലേക്ക് എത്തുന്നു. അന്ന് രാത്രി നമ്മുടെ ഹീറോയെ കൊല്ലാൻ നോക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് കഥയിലേക്ക് ഭയങ്കരമായി കൊട്ടുന്നു. അപ്പോൾ അതാ ഹീറോയുടെ അച്ഛൻ മരിച്ചതായി കാണുന്നു. എല്ലാവരും ഷോക്കായി. അന്നേ പറഞ്ഞതല്ലേ ഈ കല്യാണം വേണ്ട എന്ന്, ഇപ്പോൾ ഇങ്ങനെയായില്ലേ എന്ന് പറയുന്നു. വീണ്ടും അച്ഛൻ മരിച്ച് 3 ദിവസമായി നമ്മുടെ ഹീറോ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. മായ അവനെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഫാമിലി മെമ്പേഴ്സ് വീണ്ടും അവരെ ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല. മായ മറ്റേ യാക്ഷിനിയോട് ഡൗട്ട്സ് ഒക്കെ പറയുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത സീനിൽ നമ്മുടെ മായ ഹീറോയെ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവിടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അത് തടയുന്നു. പിറ്റേ ദിവസം തൊട്ട് മായ ആ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നു. അപ്പോഴാണ് അവിടേക്ക് പണ്ടത്തെ നമ്മുടെ ആ കമ്പനിയിലെ സ്റ്റാഫിലെ അയാൾ കമ്പനി ജോലിയെല്ലാം മാറ്റി ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, അതായത് ഇൻഷുറൻസ് ബോയ് ആയിട്ട്. നമ്മുടെ നായിക ഇയാളെ കണ്ടതും താൻ എന്നെ ഒറ്റുകൊടുക്കാൻ വന്നതാണെങ്കിൽ തന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അയാൾ വീടിനകത്ത് കയറി അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെല്ലാം എന്ന് അന്വേഷിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മായയോട് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം, നമുക്ക് അവിടെ ഇരുന്ന് സുഖമായി സംസാരിക്കാം എന്ന് പറയുന്നു. എന്നാൽ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് നമ്മുടെ മായ ഭയക്കുന്നതാണ് അടുത്ത സീനിൽ കാണുന്നത്. മായയെ പോലെ ഏതൊരു യാക്ഷിനിയാണ് നമ്മുടെ അച്ഛനെയും കൊന്നിരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നു. ആരായിരിക്കും അതെന്ന് ആലോചിച്ചപ്പോഴാണ് അവളുടെ കൂടെയുള്ള ജ്വാലാമുഖിയെ അവൾക്ക് ഓർമ്മ വന്നത്. എന്നാൽ എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവളുടെ അടുത്തെത്തിയപ്പോൾ നീ ഇവിടെയുള്ളത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങുന്നു. എന്നാൽ ഇതെല്ലാം നമ്മുടെ ഹീറോ കണ്ടു നിന്ന് ഷോക്കാവുന്നു. പക്ഷേ മായ ജ്വാലാമുഖിയെ കൊല്ലാതെ ആപത്തിൽ ഒരു വട്ടം നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം നമ്മുടെ ഹീറോ ഞെട്ടലോടെയാണ് കണ്ടുകൊണ്ട് നിന്നത്. അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ സ്വാമിയിലെ, അതായത് ആ മന്ത്രവാദി മായയും തമ്മിൽ സ്നേഹിക്കുന്ന സീൻ. എന്നാൽ മായയുടെ ഉലകം ആൾഗാപുരമാണ്. മായ തന്റെ ജീവൻ വേണമെങ്കിലും അയാൾക്ക് വേണ്ടി അർപ്പിക്കാൻ തയ്യാറായിരുന്നു. മന്ത്രവാദി അവളെ ഒരു മന്ത്രജാലത്തിന്റെ സർക്കിളിൽ നിർത്തിയിട്ട് അതിനു ചുറ്റുമാണെങ്കിൽ നിറയെ പാമ്പുകളുമുണ്ട്. അവളോട് ഡാൻസ് കളിക്കാൻ പറയുന്നു. എന്നാൽ ഡാൻസ് നിർത്തിയാൽ പാമ്പ് അവളെ കടിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൾക്കൊരു മോതിരം ആവശ്യമാണ്. എന്നാൽ അയാൾ പറയുന്നത് വരെ അവൾ ആടുകയും ചെയ്യണം. ഇനി പ്രസന്റ് സീനിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. നമ്മുടെ ഹീറോ മായയെ ഒഴിവാക്കുന്നു. എന്താണ് ഹോട്ടലിൽ റൂം എടുക്കാനേ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ പിറ്റേ ദിവസം ശബരിമലയ്ക്ക് പോകുവാൻ വേണ്ടി മാലയിടുന്നു. ഇത് കണ്ട് ഫാമിലി എല്ലാം ഇല്ല, ഞങ്ങൾ ഇതൊന്നും സമ്മതിക്കില്ല, നീ ഇപ്പോൾ തന്നെ അത് ഊരണമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുകാർ അവനെ കമ്പൽ ചെയ്ത് മാല അഴിപ്പിക്കുന്നു. അന്ന് വൈകിട്ട് മായ നിനക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് സാഡ് ആകുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ഇൻഷുറൻസ് ഏജന്റിനെ കാണുന്നു. അയാൾ വേറൊരു പെണ്ണിനെ പോയി കാണാൻ അവനോട് പറയുന്നു. കാരണം ബ്രഹ്മചാരി അല്ലെങ്കിൽ പിന്നെ മായ നിന്റെ പുറകെ വരില്ല എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട്. അങ്ങനെ അവൻ വേറെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആ പെണ്ണ് മായയായിരുന്നു. അങ്ങനെ പേടിച്ച് അവൻ ഓടി തിരിച്ചു പോകുന്നു.
നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നീ ഈ രാത്രിയിൽ എവിടേക്കാടി പോയതെന്ന് ചോദിച്ചു മായയോട് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കണ്ട് അവസാനം മായ സുന്ദരവും പുറത്തെടുക്കുന്നു. ആ കറക്റ്റ് ടൈമിൽ തന്നെ സ്വാമി നമ്മുടെ ജ്വാലാകയുമായുള്ള ഒരു കോൺവെർസേഷനും കാണിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ നമ്മുടെ മായ കൃഷ്ണനോട് എൻ്റെ ഇഷ്ടത്തിന് നീ നിന്നില്ല എങ്കിൽ നിന്റെ ഫാമിലിയിലെ എല്ലാവരും ഞാൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴത് അപ്പുറത്ത് നിന്നൊരു ശബ്ദം ജ്വാലാമുഖി നമ്മുടെ മായയെ സ്വാമിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നമ്മുടെ മായയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഫാമിലി മെമ്പേഴ്സ് ഇതെല്ലാം എന്താണെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മായയുടെ പാവയും ഒടിഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട്. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. മായയെ കാണിക്കുന്നു. ദൈവമായി ശപിക്കുന്നു. അങ്ങനെ ഭൂമിയിൽ തന്നെ നിൽക്കണം എന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ശാപത്തിന് എന്തെങ്കിലും പോൻവഴിയുണ്ടോ എന്ന് മായ ചോദിക്കുമ്പോൾ നീ 100 ആണുങ്ങളെ കൊല്ലണമെന്നും 100ാമത്തെ ആൾ ബ്രഹ്മചാരി ആയിരിക്കണമെന്നും ദൈവം പറയുന്നത്. വീണ്ടും പ്രസന്റ് ലൈഫ് കാണിക്കുന്നു. ഹീറോ നോർമൽ ലൈഫായി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടെങ്കിലും മാവിയുടെ മെമ്മറീസ് കാരണം അവനത് പറ്റുന്നില്ല. മാവിയുടെ പാവയോട് അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതാ പാവയുടെ ഉള്ളിൽ നിന്നും വേറൊരു ക്രിയേച്ചർ പുറത്തേക്ക് എത്തുന്നു. ആ ക്രിയേച്ചർ മായയെ നീ ഹെൽപ്പ് ചെയ്യണമെന്നും മായയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും സ്വാമി എങ്ങനെയാണ് നമ്മുടെ മായയെ പറ്റിച്ചതെന്നും എല്ലാം പറയുന്നു. മായയെ മന്ത്രവാദി ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ആ സെയിം സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയും നമ്മുടെ ആ പാവക്കുട്ടിയായ ക്രിയേച്ചറും കൂടി അവിടേക്ക് മായയെ ഹെൽപ്പ് ചെയ്യാൻ എത്തുന്നു. കുബേരനാവാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മുടെ മായയെ ആദ്യമേ ചതിച്ചത്. ഇപ്പോൾ ഇതാ അവസാനത്തെ ഒരു പൂജ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുബേരനാകാൻ പറ്റും. ക്രിയേച്ചറും ഹീറോയും അവിടേക്ക് എത്തുന്നു. എന്നാൽ മന്ത്രത്തെ എങ്ങനെ നിർത്തണമെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. പക്ഷെ അവസാനം അവൻ അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അളകപുരിയിലേക്കുള്ള വഴി തിരിയുന്നു. അങ്ങനെ നമ്മുടെ ഈ സ്വാമി ഓരോരോ സ്റ്റെപ്പും കയറുന്ന സമയത്ത് ജ്വാലാമുഖിയുടെ അടുത്തേക്ക് ആ ക്രിയേച്ചറും എത്തുന്നു. ക്രിയേച്ചർ അളകപുരിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മായ ഇങ്ങനെ ചെയ്തതെല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ യാക്ഷിനിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അങ്ങനെ അവസാനം മായയോട് നിനക്ക് വേണ്ടിയല്ല ഇതെല്ലാം അളകപുരിക്ക് വേണ്ടിയാണെന്ന് ചെയ്തെന്ന് പറയുന്നതിൽ നിന്ന് ആ പോർട്ടൽ മുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ മന്ത്രവാദി ആ പോർട്ടലിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നു. അങ്ങനെ നമ്മുടെ കഥയുടെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് എത്തുന്നു. എന്നാൽ അപ്പോൾ മായ നമ്മുടെ ഹീറോയോട് സത്യസന്ധമായാണ് നീ എന്നെ സ്നേഹിച്ചത്, അതുപോലെ തന്നെയാണ് ഞാൻ ആ മന്ത്രവാദിയെ സ്നേഹിച്ചതും. പക്ഷെ അയാൾ എന്നെ ചതിച്ചു. പക്ഷെ എന്താണ് യഥാർത്ഥ സ്നേഹമെന്ന് നീ എനിക്ക് കാട്ടിത്തന്നു. ഞാൻ നിന്നോട് കാപട്യ സ്നേഹമാണല്ലോ കാട്ടിയത്. എന്നാൽ ഞാൻ നിന്നെ വിട്ടിട്ട് പോകാം, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നായകൻ അവളുടെ കൈകൾ പിടിച്ച് നീ കാരണമാണ് ഞാനിപ്പോൾ ജീവനോടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ജീവൻ കാരണം നിനക്ക് നിന്റെ സ്വന്തം ദേശത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ നീ അത് എടുത്തോ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി അന്ന് നമ്മുടെ നായകൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്ന ഒരു മരത്തിന്റെ തണലില്ലേ, അവിടെ രണ്ടുപേരും കൂടി ഇരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ സീരീസ് എൻഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വീണ്ടും ഒരു സസ്പെൻസിലൂടെയാണ് നമ്മുടെ ഈ സീരീസ് എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.